അധികാരം കിട്ടി രണ്ടാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. സാറേ, ഈ അധികാരം കിട്ടുന്നതിന് 10 വർഷം നിങ്ങൾ ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള എറണാകുളം മലയിടംതുരുത്ത് വീണ്ടും പുകയുകയാണ്. വർഷങ്ങളായി അവിടെ കഴിയുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ കോടതി കർശന നിലപാട് എടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ വിപ്ലവ വീര്യവുമായി ഓടിയെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം CPM നേതാക്കൾ. പക്ഷേ ഇവിടെയാണ് മലയാളി തിരിച്ചറിയേണ്ട കപട രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ മുഖമുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് മലയിടംതുരുത്തിലെ പ്രശ്നം? തലമുറകളായി അവിടെ ജീവിക്കുന്ന 7 പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളാണ് ഇന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലുള്ളത്. 58 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പൂർവികർ കയ്യേറിയതാണെന്ന് ആരോപിച്ച് കണ്ണോത്ത് ശങ്കരൻ നായർ എന്നയാൾ തുടങ്ങിയ നിയമയുദ്ധം സുപ്രീം കോടതി വരെ നീണ്ടു. ഒടുവിൽ വിധി പര്യത്ത് കോളനിയിൽ താമസിക്കുന്ന ഈ ദളിത് കുടുംബങ്ങൾക്ക് എതിരായതാണ് ഇപ്പോഴത്തെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കാരണമായത്. ഭൂപരിഷ്കരണ നിയമം വന്ന കാലത്ത് തങ്ങൾക്ക് ലഭിച്ച മണ്ണ് കേസ് നടത്താൻ സാമ്പത്തികമില്ലാത്തത് കൊണ്ട് മാത്രം കൈവിട്ടുപോയ ദുർബല ജനതയുടെ ആശങ്കയാണിത്. എന്നാൽ ഇപ്പോൾ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ മാത്രമാകുമ്പോഴേക്കും ഈ ഒഴിപ്പിക്കലിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് അലമുറയിടുന്നവർ ഒരു കാര്യം സൗകര്യപൂർവ്വം മറക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം തുടർച്ചയായി ഭരിച്ചത് ആരായിരുന്നു? ഈ പറയുന്ന 10 വർഷവും പാവപ്പെട്ട ഈ മനുഷ്യർക്ക് സുരക്ഷിതമായ ഒരു ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കാൻ അന്നത്തെ LDF സർക്കാരിന് കഴിഞ്ഞു ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണത്തിലിരുന്നപ്പോൾ ഒന്നും ചെയ്യാതിരുന്നവരാണ് ഇപ്പോൾ മുൻ മന്ത്രി R ബിന്ദു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ മുൻനിർത്തി മലയിടംതുരുത്തിലേക്ക് മാർച്ച് ചെയ്യുന്നത്. നിയമപരമായോ ഭരണപരമായോ തങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ തീർക്കാമായിരുന്ന ഒരു പ്രശ്നത്തെ കോടതി വിധി നടപ്പാക്കേണ്ടി വരുന്ന ഈ ഘട്ടത്തിൽ പുതിയ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഇവരുടെ ശ്രമം. കഴിഞ്ഞ 10 വർഷം കയ്യും കെട്ടി നോക്കി നിന്നവർ ഇപ്പോൾ ജനവികാരം വോട്ടാക്കി മാറ്റാൻ വേണ്ടി മാത്രം പ്രതിരോധം തീർക്കുന്നു. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ക്രൂരതയാണെന്ന് പറയുന്ന മുൻ MLA PV ശ്രീനിജിൻ ഉൾപ്പെടെയുള്ളവർ സ്വന്തം പരാജയമാണ് ഇതിലൂടെ സമ്മതിക്കുന്നത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പല്ലെങ്കിൽ പിന്നെ എന്താണ്? എന്നാൽ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലും പാവപ്പെട്ട ജനങ്ങളെ വഴിയാധാരമാക്കില്ലെന്ന പുതിയ UDF സർക്കാർ ഉറപ്പ് നൽകേണ്ടതുണ്ട്. ഒഴിപ്പിക്കൽ നടപടികളിൽ കോടതിയോട് കൂടുതൽ സാവകാശം തേടുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ആശ്വാസം നൽകുന്നത്. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ മന്ത്രി റോജി M ജോർജിനെ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ചുമതലപ്പെടുത്തിയെന്നതും ശുഭകരമായ വാർത്തയാണ്. ഭരിക്കുമ്പോൾ ജനങ്ങളെ മറക്കുകയും പ്രതിപക്ഷത്താകുമ്പോൾ മാത്രം അവരെ ഓർക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയും. മലയിടംതുരുത്തിൽ വേണ്ടത് രാഷ്ട്രീയ കൊടിയേറ്റങ്ങളല്ല, പാവപ്പെട്ടവർക്ക് തല ചായ്ക്കാനുള്ള സുരക്ഷിതമായ മണ്ണാണ്.